ഒരു ഗ്ലാസ് കാപ്പി എങ്ങാണെന്ന് അടു. അപ്പു, ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും തടച്ച് മരുന്ന് കഴിക്കട്ടാ. വേണ്ട അപ്പു. നല്ല പനിയുണ്ട്. ഈ പുറത്തു പോക്കൊക്കെ നിർത്തരുതോ? ഈ കൈ ഇവിടെ തന്നെ വെച്ചോണ്ടിരുന്ന പനി ഇപ്പം പോകും. അതും ഇതും പറഞ്ഞ് ഞാൻ കൈ വെക്കില്ല. എന്റെ അസുഖം വേഗം ഭേദപ്പെടുത്തിയാൽ നിനക്ക് ഞാൻ നല്ലൊരു സമ്മാനം തരാം. എന്ത് സമ്മാനം? അത് ഞാൻ നാളെ പറയാം. ശരി, ഞാൻ കിടക്കാനുള്ള മുറി ശരിപ്പെടുത്താം. ഞാനെന്താ രോഗിയാണോ? അല്ല, സന്യാസി. എനിക്കും. ഗൗരിക്ക് ശശി അറിയാമോ? ഇല്ല. ഗൗരി, നിന്റെ ജീവിതത്തിൽ മറക്കാനാകാത്ത എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? നല്ല നല്ല സ്വപ്നങ്ങൾ കാണണമെന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചോദിച്ച് എന്തിനെ സന്തോഷത്തെ ഇല്ലാതാക്കുന്നു. ഗൗരി നിൽക്കൂ. ഗൗരി എങ്ങോട്ടമ്മേ പോയത്? അവൾ അപ്പുറത്തുണ്ട്. എന്ത് വേണം മോനെ? ഞാൻ അവളോട് ശശി അറിയാമെന്ന് ചോദിച്ചു. അവൾക്കറിയില്ലെന്ന് പറഞ്ഞു. അവളുടെ കഴിഞ്ഞ കാലത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇറങ്ങി പുറത്തേക്ക് പോയി. ഒരാഴ്ചയായിട്ട് അവളുടെ സ്വഭാവത്തിന് തന്നെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. രാത്രിയിൽ പോലും തോട്ടത്തിൽ പോയി ഇരിക്കുകയാണ് പതിവ്. ചോദിച്ചാലൊന്നും പറയത്തുമില്ല. ആട്ടെ, അവൾക്ക് ശശി അറിയാമോ? അയാൾക്ക് ഇവിടെ കല്യാണം കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. പ്രത്യേകിച്ച് കാരണം വല്ലതും? അവന്റെ സ്വഭാവം നല്ലതല്ല. ഓ, ഇതിനെക്കുറിച്ച് അവളോട് ചോദിച്ചിരുന്നോ? ഇല്ല. അതിന് അവൾ സമ്മതിച്ചാൽ പോലും ഞാൻ സമ്മതിക്കുമായിരുന്നില്ല. അപ്പോ നീ എവിടെ പോയിരുന്നു? ചേച്ചി ഒരു കാര്യം അറിഞ്ഞോ? ഇന്നലെ നമ്മുടെ വേലപ്പൻ ചേട്ടൻ ആ കൊള്ളിപ്പിശാച്ചുള്ള വീട്ടിന്റെ അടുത്ത് പോയിരുന്നെന്ന്. ഇപ്പൊ എണീക്കാൻ വയ്യാതെ പനി പിടിച്ച് കിടക്കുക. അയാൾ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു അല്ലേ? ഇതെല്ലാം വിറവീട്ടുകാരൻ കാരണം ഉണ്ടായതാ. നമ്മുടെ ഈ ബന്ധം പുറത്തറിയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നീ ഭയപ്പെടണ്ട. അയാൾ മടങ്ങി പോകുന്നു വരെ ഞാൻ നിന്നെ കാണാൻ വരികയില്ല. ഒരുപക്ഷെ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. ഏതായാലും കുറച്ച് ദിവസം ക്ഷമിക്കും. എല്ലാം ശരിയാവുന്നേ. ഒറ്റ ദിവസം കൊണ്ട് നീ എന്നെ സുഖപ്പെടുത്തിയതിന് നിനക്ക് സമ്മാനമൊന്നും വേണ്ടേ? നിങ്ങൾ എന്ത് തന്നാലും ഞാൻ സ്വീകരിക്കും. എന്ത് തന്നാലും സ്വീകരിക്കും? തീർച്ച. തീർച്ച.
ഗൗരി, ഗൗരി, എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല, വരൂ നമുക്ക് പോകാം. ഗൗരി, നിനക്ക് ഇവരെ അറിയാമോ? ഞാൻ പോട്ടെ പ്രകാശ്, നേരം വൈകി. CID പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ വന്നതാണോ? രാമ, എന്തോ എന്താ സാർ? നീ ഇന്ന് രാത്രി എവിടെയായിരുന്നു? എങ്ങും പോലും സാർ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ശരി, വെക്കാം. ഹലോ. ഹലോ. കുറച്ച് ദിവസങ്ങളായി കാണാനേ ഇല്ലല്ലോ. ഞാൻ അല്പം തിരക്കിലായിരുന്നു. നിങ്ങൾക്ക് തോക്കുണ്ടോ? കുറച്ചു നാളായിട്ടുണ്ട്. ശശിയുടെ വല്ല വിവരമുണ്ടോ? വിവരമൊന്നുമില്ല. അപ്പോൾ എക്സ്ക്യൂസ് മീ, കുറച്ച് ധൃതിയിലാ, വരട്ടെ. അപ്പു, നീ എപ്പോ വന്നു? കൊറേ നേരമായി. പിന്നെ ചേച്ചി വന്നില്ലേ? ഇല്ല. നീ അകത്ത് പോയി എന്റെ അലമാരി സിഗരറ്റ് എടുത്തുണ്ടോ? ആര് പറഞ്ഞ നിന്റെ അടുത്ത് തോക്കെടുക്കാൻ? ക്യാമറമാമ, ഇത് പൊട്ടിയ വെടി പൊട്ടുന്ന പോലെ ശബ്ദം കേൾക്കുവോ? കേക്കും. നീ ശബ്ദത്തിന് വികട്ടുണ്ടോ അപ്പു? അപ്പു, എപ്പോഴാ നീ കേട്ടത്? അത് ഞാൻ പറയില്ല. എന്തുകൊണ്ട്? സത്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആരെടുത്ത്? ഗൗരി ചേച്ചിയുടെ അടുത്ത്. അപ്പു, മോൻ പോയി ഈ 1 രൂപയ്ക്കും ചോക്ലേറ്റ് വാങ്ങിച്ചു. അപ്പു, നീ എന്താ സത്യം ചെയ്തേ? ഞാൻ ഈ ശബ്ദം കേട്ടതായി ആരോടും പറയില്ലെന്ന്. ആരോടും പറയരുതേ. മാമനും ആരോടും പറയില്ല. സത്യം?
സത്യം അപ്പു എന്നാ ശബ്ദം കേട്ടേ? ഒരു ദിവസം ഞാനും ഗൗരി ചേച്ചിയും കൂടി ചൂണ്ടയിടാനായിട്ട് കാട്ടിക്കൂടി പോകുമായിരുന്നു.